ദൈവത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്നെല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും 10 പേര് നമ്മളെ അറിയണം, മറ്റുള്ള അറ്റൻഷൻ നമുക്ക് വേണം. നമുക്കറിയില്ലാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ പോലും അംഗീകാരം ലഭിക്കുവാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്നാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും വളരെ ശാന്തമായ ഒരു ജീവിതത്തിലാണ് കിട്ടുന്നതെങ്കിലോ? ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. 1 തെസ്സലോനിയൻസ് 4 അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. ശാന്തമായി ജീവിക്കുവാൻ ശ്രമിക്കുവിൻ, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവിൻ, സ്വന്തം കൈകളാൽ ജോലി ചെയ്യുവിൻ. കേൾക്കാൻ വളരെ സിമ്പിളായിട്ട് തോന്നുന്നൊരു കാര്യമാണല്ലേ ഇത്? പക്ഷേ ഇന്നത്തെ ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം വേൾഡിൽ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകമെന്ന് പറയുന്നത് വളരെ മത്സരമേറിയ, വളരെ തിരക്കേറിയ ഒരു ലോകമാണല്ലേ? എല്ലാവരും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവർ അപ്രൂവൽ കിട്ടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഗോഡ്സ് വേസ് ഡിഫറെൻറ്റ്. ദൈവത്തിൻ്റെ വഴി വേറെയാണ്. ശാന്തമായി ജീവിക്കൂ എന്നുള്ള മെസ്സേജാണ് ദൈവം നമുക്ക് തരുന്നത്. ഈ ശാന്തമായി ജീവിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അതിന് വിലയില്ലാത്തത് കൊണ്ടല്ല. നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉള്ളൊരു ജീവിതം തരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വചനത്തിന്റെ 2ാമത്തെ ഭാഗം, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അതായത് സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത കെടുത്തുന്ന ഏറ്റവും വലിയ കാര്യത്തെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ സമാധാനം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ വിജയത്തെക്കുറിച്ച് നോക്കും, അവരുടെ പണത്തെക്കുറിച്ച് നോക്കും, അവരുടെ പ്രശസ്തിയെക്കുറിച്ച് നോക്കും, അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് നോക്കും. എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിതില്ലെന്ന് ആലോചിച്ചിട്ട് നമ്മളുടെ സ്വസ്ഥത മുഴുവൻ കളയും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റൊരാളായിട്ട് ജീവിക്കാനായിട്ടല്ല. നമ്മുടെ സ്വന്തം ലൈഫിൽ ദൈവം തന്നിരിക്കുന്ന സൗകര്യങ്ങൾ വെച്ചിട്ട് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 3ാമത്തെ കാര്യം നമുക്ക് നോക്കാം. അവിടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: സ്വന്തം കൈകളാൽ ജോലി ചെയ്യുവൻ. നമ്മുടെ സത്യസന്ധമായ നമ്മുടെ പരിശ്രമങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്. ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കണ്ണുനീര്, എന്തിന് നമ്മുടെ നെടുവീർപ്പ് പോലും ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം നമുക്ക് പുതിയ വഴികളെ ഒരുക്കി തരും. നമ്മുടെ എല്ലാ കഷ്ടപ്പാടിനും ദൈവം ഒരു പ്രതിഫലം തരുന്ന ഒരു സമയമുണ്ട്. ഇത് തരുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവം പറയുന്നത് പോലെ ജീവിച്ചാൽ. ദൈവം എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്? 1, ശാന്തമായി ജീവിക്കുക; 2, സ്വന്തം കാര്യങ്ങൾ നോക്കുക; 3, കഷ്ടപ്പെടാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സമാധാനം, സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും.